കേരളത്തിലെ പല സഹകരണ സംഘങ്ങളും, അതായത് മൈക്രോ ഫൈനാൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പല വാർത്തകളും പല ആൾക്കാർക്കും പണം കിട്ടുന്നില്ല. അവർ ഡിപ്പോസിറ്റ് ചെയ്ത പണം കിട്ടുന്നില്ല. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യം, പാലേരുവ, പല എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ വിളിച്ചു ചോദിക്കുന്നു. അവർ പലയിടത്തും സഹകരണ ബാങ്കിൽ നിക്ഷേപം ഇട്ടിട്ട് അത് കിട്ടുന്നില്ല, കാരണം ബാങ്കിൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറയുന്നു, വെയിറ്റ് ചെയ്യാൻ പറയുന്നു. ഉറപ്പായിട്ടും ചില കേസിൻ്റെ അകത്തൊക്കെ അഴിമതിയുണ്ട്. ഇപ്പോൾ കരുവന്നൂരാണെങ്കിലും അഴിമതിയും കറപ്ഷനും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ? എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ സഹകരണ മേഖലയിലെ മൈക്രോ ഫൈനാൻസ്, ബേസിക്കലി ഇത് ഗ്രാമപ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സഹകരണ സംഘങ്ങൾ, ഇതിന് ബാങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, പിന്നീട് അത് കുറച്ച് ബാങ്കുകളെടുത്ത് കേരള ബാങ്ക് ആക്കി. എന്തുകൊണ്ടത് കേരള ബാങ്ക് ആക്കി എന്നുള്ള സംഭവങ്ങളൊക്കെ പിന്നെ പറയാം. ആദ്യം ഇത് മനസ്സിലാക്കുക, എന്താണ് എന്താണ് ഇതിൻ്റെ റിയൽ റീസൺ. നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ ഗ്രാമ എക്കോണമി, അതായത് റൂറൽ എക്കോണമി, ഒരു സമയത്ത് ഇത് സഹകരണ ബാങ്കിൽ കൂടെയാണ് ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരുന്നത്. കാരണം മൈക്രോ ഫൈനാൻസ്, ഇതിനകത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രത്യേകിച്ച് CPM അവരാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ മേൽക്കോയ്മ. ആ രീതിയിലാണ് കേരളത്തിൽ CPM ഏറ്റവും കൂടുതൽ വളരുകയും ചെയ്തത്, കാരണം ഈ സഹകരണ പ്രസ്ഥാനങ്ങളിൽ കൂടി. എന്തുകൊണ്ടാണ് ഈ പല സഹകരണ ബാങ്കുകളും തകർച്ചയിലാണെന്ന് പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, റീസൺ. ഇതുമായിട്ട് സ്റ്റഡി ചെയ്ത് നോക്കിയപ്പോഴാണ് റീസൺ മനസ്സിലായത്. പണ്ട് നമ്മുടെ നാട്ടിലെ ഗ്രാമത്തിൽ ഈ കാർഷിക ബാങ്ക്, പാൽ സഹകരണ ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകളൊക്കെ നിങ്ങൾ കേട്ട് കാണും. ഇവിടെ ഒരു എക്കോണമി ഉണ്ട്, ഗ്രാമത്തിൻ്റെ എക്കോണമി. അതായത് ചായക്കട നടത്തുന്നയാളൊരു എക്കോണമി ഉണ്ട്. ഒരു കർഷകൻ, വലിയ കർഷകൻ, ഒരു ചെറിയ കർഷകൻ, കാരണം വലിയ കർഷകൻ ഷെഡ്യൂൾ ബാങ്കിൽ, നാഷണലൈസ്ഡ് ബാങ്കിലാണ് പോകുന്നത്. ഇപ്പോൾ ചെറിയ കർഷകൻ, അതേപോലെ തന്നെ സ്വർണം കൊണ്ട് പണയം വെച്ച് ലോൺ എടുക്കുന്നവർ, അത്യാവശ്യം, പിന്നെ ചെറിയ കാർഷിക ലോൺ, ചെറിയ എഡ്യൂക്കേഷൻ ലോൺ, കാരണം അതിന് വോളിയുമുണ്ട്, ഇത് വോളിയത്തിൽ കൂടി കൊടുക്കാൻ പറ്റത്തില്ല. അതായത് ഗ്രാമത്തിൻ്റെ എക്കോണമിയുടെ ഒരു ഫിനാൻഷ്യൽ ഫ്ലോ എന്ന് പറയുന്ന ഈ സഹകരണ ബാങ്കുകളായിരുന്നു. സത്യമായിരുന്നു, എൻ്റെ അമ്മയും ഒരു സഹകരണ ബാങ്ക് ജീവനക്കാരിയായിരുന്നു, കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ബാങ്കുകൾ ഇത് നേരിടുന്നത്? ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്, ലിബറലൈസേഷന് ശേഷം ഇന്ത്യയുടെ എക്കോണമി മാറി. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം ഇന്ത്യയിൽ ഏകദേശം 80 മില്യൺ ജനങ്ങളുടെ അത് പട്ടിണി മാറി എന്ന് പറയപ്പെടുന്നു. കാരണം കണക്കുകൾ എടുത്തിട്ടാണ് പറയുന്നത്. ഈ പറയുന്ന ഏകദേശം 200 മില്യൺ ജനങ്ങളുടെ, അതായത് അവരുടെ സോഷ്യലി ഉള്ള ലൈഫ് ചേഞ്ചായി. ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ ബേസ് ഒരു കാരണമുണ്ട് എന്തുകൊണ്ടായി സംഭവിക്കുന്നത്. എല്ലാ സഹകരണ ബാങ്കും, അതായത് വോളിയം ഓഫ് മണി, ഒരു ഗ്രാമത്തിൽ നടക്കുന്ന സംഭവം, അത് ശരിക്കും അങ്ങ് കൂടി. അപ്പോൾ ഇത് കഴിഞ്ഞപ്പം ഇത് ഇത് വലിയ വോളിയം ആകുമ്പോൾ ഈ വോളിയം ഒരു കാരണവശാലും ഈ പറയുന്ന സഹകരണ ബാങ്കിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം ഇതിൻ്റെ ബേസിക് സംഭവം. അപ്പോഴെന്ത് ചെയ്യുക, അവർ നാഷണലൈസ്ഡ് ബാങ്കിലോട്ടും ഷെഡ്യൂൾ ബാങ്കിലോട്ടും ഇവരുടെ അക്കൗണ്ട് അങ്ങോട്ടങ്ങ് മാറ്റും. കാരണം ഈ സഹകരണ ബാങ്കുമായിട്ട്, കാരണം ഒരു ഫ്ലോ ഉണ്ട്, ആ ഫ്ലോയിൽ കൂടുതലായി ആ ഗ്രാമത്തിൻ്റെ എക്കോണമി. നാച്ചുറലായിട്ടും അതുമായിട്ട് ഇടപെട്ട് കഴിയുന്ന ഒരു എക്കോണമിയുണ്ട് ഗ്രാമവുമായിട്ട്. കാരണം അവൻ്റെ ഫ്ലോയും അവൻ്റെ വോളിയവും കൂടി കഴിഞ്ഞപ്പോൾ അവൻ ഈ സഹകരണ സംഘത്തിൽ നിന്ന് നേരെ ഈ പറയുന്ന നാഷണലൈസ്ഡ് ബാങ്കിലോട്ട്, ഷെഡ്യൂൾ ബാങ്കിലോട്ട് മാറി. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമത്, ബാങ്കിൻ്റെ ഡിജിറ്റലൈസേഷൻ. ഇത് വന്നു കഴിഞ്ഞപ്പോൾ, കാരണം സഹകരണ ബാങ്കിന് റെസ്ട്രിക്റ്റഡാണ്, കാരണം ആ മേഖലയുള്ളവർക്ക് പറ്റത്തുള്ളൂ. പിന്നെ പണമെടുക്കുന്ന കാര്യത്തിൽ ഡിജിറ്റൽ സംഭവം ഈ പറയുന്ന കേരള ബാങ്കിന് അവരുടെ ATM കൂടെ പറ്റത്തുള്ളൂ. ഇത് ബേസിക്കലി ആദ്യം ഇത് മനസ്സിലാക്കുക എന്തുകൊണ്ടായി പറ്റിയത്. അപ്പോൾ വോളിയം ഓഫ് മണി കൂടി, എക്കോണമി മാറി, അതേപോലെ ലൈഫ് സ്റ്റൈൽ മാറി, അതായത് ആൾക്കാരുടെ ക്യാഷ് മാറി എടുക്കുകയും ചെയ്യുന്നത്
അത് ഈ പറയുന്ന സഹകരണ ബാങ്കിൽ കൂടെ നടത്തുവാൻ പറ്റാതായി. അപ്പോഴവർ ഈ പ്രൈവറ്റ് ബാങ്കിനോടും മറ്റുള്ള ബാങ്കിലോട്ടും പോയി. ഇതാണ് ബേസിക് ഇവർക്ക് അടി കിട്ടിയത്. ഇനി മൂന്നാമത്തെ ഫാക്ടർ, ഈ പറയുന്ന ലോക്കൽ എക്കോണമിക്കകത്ത് ഈ ചായക്കടയാണെങ്കിലും ഗ്രോസറി കട എന്നുള്ള പലചരക്കട എന്നൊക്കെ പറയത്തില്ലേ, അപ്പം അതിൻ്റെയൊക്കെ വലിയൊരു വ്യാപാരം എന്ന് പറയുന്നത് ഓൺലൈനിലോട്ടൊക്കെ പോയി. ഇത് ഓൺലൈൻ ഇഫക്റ്റ് കഴിയുമ്പോൾ ഈ എക്കോണമി ഇല്ലാതായി. നിങ്ങൾ നോക്കുക, ചെറിയ ചെറിയ കടകളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇത് മുഴുവൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓൺലൈനിലോട്ടങ്ങ് പോയി. പിന്നെ ആ എക്കോണമി എന്ന് പറഞ്ഞ് സ്റ്റാഗ്നേറ്റഡായി. ഇപ്പം നമ്മളിപ്പം ഇതെടുക്കാം, എവിടെ എറണാകുളത്ത് ലുലു. ഈ ലുലു വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ വീക്കിലി ഒരു ദിവസം പോകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ലുലു. അത് വരുന്ന എവിടുന്ന 10, 25, 30 കിലോമീറ്റർ ദൂരെയാണ്. അവിടുന്ന് വരാൻ നേരത്ത് അവിടുന്ന് പലചരക്ക് സാധനമൊക്കെ മേടിച്ചോട്ട് പോകുന്നവർ ഈ ലുലുവിൽ വന്ന് ഇതേപോലെ ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവർക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുന്നു. പിന്നെ അവിടെ പോയാൽ അത് കുറുപ്പേട്ടൻ്റെയും വാസുവേട്ടൻ്റെയും ഈ പറയുന്ന ഷാജഹാൻ്റെ കടയിൽ പോയി സാധനം മേടിക്കൂ. അതായത് എക്കോണമി ഇല്ലാതായി. ഇത് നേരിട്ട് ബാങ്കിനെ ബാധിച്ചു, അതായത് സഹകരണ ബാങ്കിനെ ബാധിച്ചു. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ട്രിക്റ്റായിട്ടുള്ള ഈ നോട്ട് കറൻസി ബാനിന് ശേഷം, അതായത് കള്ളപ്പണം കൊണ്ടിടുന്ന പരിപാടി ഇതങ്ങ് കുറഞ്ഞു. കാരണം ഗവൺമെൻറ് സ്ട്രിക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. മോണിറ്റർ ചെയ്യുമ്പോഴെങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതായത് ഇവിടെ ഇതിനകത്ത് RBIയുടെ റെഗുലേഷൻസ് ഒന്നുമില്ല. സഹകരണ ബാങ്കുകൾ, കേരള ബാങ്കിനുണ്ട്, മറ്റേനൊന്നുമില്ല. അപ്പോൾ അവിടെ ഈ പണം വരുമ്പോൾ പക്ഷേ ഈടിക്കും മറ്റുള്ള ആൾക്കാർക്കും കയറി ഇത് റെയ്ഡ് ചെയ്യും, ഇത് പൊക്കാം. അതായത് പഴയ പോലെയുള്ള കള്ളപ്പണം കാരണം ഇടുന്ന സംഭവം ഇല്ലാതായി. ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ഫാക്ടർ. അതായത് ഞാനീ പറയുമ്പോൾ നിങ്ങൾ വലിയ സഹകരണ മേഖലയുണ്ട്. ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഊരാളുങ്കൽ, ഒരു പ്രത്യേക യുണീക്കായിട്ട് കൺസ്ട്രക്ഷനും പരിപാടിയും ഒരു പ്രൊഫഷണൽ കമ്പനി ആയിട്ടങ്ങ് മാറി. അത് സർവൈവ് ചെയ്യും, അത് മുന്നോട്ട് പോകും. അതേപോലെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലൊക്കെ ഉള്ള വലിയ സഹകരണ ബാങ്കുകളുണ്ട്. അതായത് മേധപ്പുര കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിലെ കരിമ്പ് കർഷകരുമായിട്ടും അവിടുത്തെ എക്കോണമിയെ ഡയറക്റ്റ് ബാധിച്ച് കിടക്കുന്ന സംഭവം. അപ്പോൾ അവർക്കൊന്നും ഇത് പ്രശ്നം. അവരൊക്കെ 10,000, 15,000 കോടി ടേൺ ഓവറാണ് ഓരോ വർഷം എന്ന് പറയുന്നത്. അവരെന്ത് ബാധിക്കത്തില്ല, ഇവരുടെ ഹ്യൂജ് ടേൺ ഓവർ. ഞാനീ പറയുന്ന മൈക്രോ എക്കോണമി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ സഹകരണ സംഘങ്ങളുമായിട്ട് ആ ഗ്രാമത്തിൻ്റെ എക്കോണമി മാക്രോ ലെവൽ എക്കോണമിയിലോട്ട് കയറാൻ പോയി. അപ്പോഴുണ്ടായ സംഭവമാണ് ഈ ഗ്രാമത്തിൽ ഇതേപോലെ മൈക്രോ ഫിനാൻസ് സംഭവങ്ങളൊക്കെ പൊട്ടി. ഇപ്പം നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചോ, പണ്ട് ഇതേപോലെ സഹകരണ സംഘങ്ങളൊക്കെ പണയം വെക്കാൻ പോവുകയും ലോൺ എടുക്കാൻ പോവുകയും ഒക്കെ ചെയ്യുന്നവർക്ക് ഈ മറ്റുള്ള ഷെഡ്യൂൾ ബാങ്കിലൊക്കെ പോയി ഈസി ആയിട്ട് പണയം വെക്കുവാണെങ്കിൽ ഇതിനേക്കാളും വലിയ റേഞ്ചിൽ മാക്സിമം പണം കിട്ടുന്നുണ്ട്. പിന്നെന്തിനാ സഹകരണ ബാങ്ക് സംഘത്തിൽ പോയി പണയം വെക്കുന്നുണ്ട്, കാരണം അവന് മാക്സിമം ലോൺ ഈ ബാങ്ക് ഇത് കൊണ്ട് മോർഗേജ് ചെയ്ത് അവന് പണം കിട്ടുന്നുണ്ട്. പിന്നെ ആരെയും സഹകരണ സംഘത്തിൽ പോകും. അപ്പോൾ ആ ഒരു ചാനലില്ലാതായി. പിന്നെ മറ്റെന്താണ്, ഈ പ്രൈവറ്റ് ബാങ്കുകളൊക്കെ ഈ മറ്റേ നാഷണലൈസ്ഡ് ബാങ്കുകൾ കോമ്പറ്റീറ്റീവായി. അവരാൾക്കാരുടെ വീടുകളിൽ പോയി ആൾക്കാരെ എടുത്ത് അതിൻ്റെ അകത്ത് അക്കൗണ്ട് ഹോൾഡേഴ്സ് ആക്കി അവരങ്ങോട്ട് ഓഫർ ചെയ്യുക, നിനക്ക് പേഴ്സണൽ ലോൺ വേണം, ഞങ്ങൾ തരാം. ഇപ്പോൾ സഹകരണ ബാങ്കിൽ പോയി അവിടെ വടി കുത്തി നിൽക്കേണ്ട ഈ ബോർഡ് മെമ്പേഴ്സിന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ബോർഡിൻ്റെ സാങ്ഷൻ ഒന്നും ഇവിടെ ആവശ്യമൊന്നുമില്ല. 20 മിനിറ്റ് കൊണ്ട് 5 ലക്ഷം രൂപ ലോൺ കിട്ടുന്ന സംഭവം മറ്റേത് 2 ആഴ്ച വെയിറ്റ് ചെയ്യണം, കാരണം അടുത്ത ബോർഡ് കൂടിയിട്ട് തീരുമാനിക്കുന്നു. ഇതൊന്നും ഇല്ലാതായി. പിന്നെ നിങ്ങൾ നോക്കിക്കൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റുണ്ട്. ഈ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഗോൾഡ് വെച്ചാണ് പലയിടത്തും പണയം വെച്ച് ആവശ്യത്തിന് പണം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പരസ്യം വന്നുകൊണ്ടൊരു സംഭവമാണ് മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്. ഇതൊക്കെ ഇല്ലാതായി പോയല്ലേ, എവിടെ പോയവരൊക്കെ? പേരിനുണ്ട്, ഈ പഴയ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതായി. കാരണം അവരെക്കാളും കോമ്പറ്റീറ്റീവായിട്ട് അതിനേക്കാളും പലിശ കുറച്ച് ഇതേപോലെ നാഷണലൈസ്ഡ് ബാങ്കുകളും മറ്റുള്ള ബാങ്കുകളും അവർ കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ എന്തിനാ ഇവൻ്റെ കൂടെ പുറകെ പോകുന്നു? പിന്നെ ആരാ പിന്നെ സഹകരണ ബാങ്കിൻ്റെ പുറകെ പോകുന്നത്? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോക്കലൈസ്ഡ് ബാങ്കിങ് അതില്ലാതായി. അപ്പോൾ ബാങ്കിങ്, കോർ ബാങ്കിങ് വന്നതോടുകൂടി
ലോക്കലൈസ്ഡ് ബാങ്കിങ്ങിൻ്റെ പണം അവിടെ തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കേരള ബാങ്കിൻ്റെ അവരുടെ ATM പോയി എടുക്കാൻ പറ്റുന്നത് ലിമിറ്റഡാണ്. ഇത് മറ്റേതാണെങ്കിൽ ഈ ഡിജിറ്റൽ പേയും GPayയും ഈ ഫോൺ പേയും സംഭവം വന്നു കഴിഞ്ഞപ്പം ഇതൊന്നും ഇവരെ കൊണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെന്തിനാ അവിടെ കൊണ്ട് പണം ഇടുന്നത്? ഉള്ള റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഇത് നമുക്ക് വെഹിക്കിൾ ലോൺ വേണം ഇങ്ങോട്ട് തരും, ഹൗസിംഗ് ലോൺ വേണം ഇങ്ങോട്ട് തരും, അത് കോമ്പറ്റീറ്റീവ് പ്രൈസിൽ തരിക. പിന്നെ ആരാ അങ്ങോട്ട് പോകുന്നത്? പിന്നെ കേരളത്തിൻ്റെ ലോക്കൽ ഏരിയ, കാരണം ഈ വില്ലേജ് ഏരിയകളിലൊക്കെ വസ്തുവിന് വില കുറയും. ഇതൊരു ഘടകമാണ്. അപ്പം നമ്മൾ ഈ ലോക്കൽ എക്കോണമിയായിട്ട് ബന്ധപ്പെടും ഇതൊക്കെ മാറ്റർ ചെയ്യും. അതേപോലെ അവിടെയുള്ള ആൾക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് പോകാതെ പണമുള്ളവൻ, അതായത് സാമ്പത്തികമുള്ളവൻ ഗ്രാമപ്രദേശത്ത് നിന്ന് മാറി പട്ടണത്തിലോട്ട് പോകാൻ തുടങ്ങി. ഇതൊരു കാരണമാണ്. കാരണം കൃഷി സാധനങ്ങൾ വളരെയധികം കുറഞ്ഞു പോയി, കാരണം ഉൽപ്പാദിപ്പിക്കേണ്ടായോ. ഇതാണ് ഞാൻ ഈ മൈക്രോ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി ഇപ്പം 10,000 രൂപ ലോൺ എടുക്കുന്നു. അപ്പോൾ ആ ലോൺ എടുത്തിട്ട് ഈ എല്ലാ ആഴ്ചയും 2 ആഴ്ചയും സാധനങ്ങൾ വിൽക്കുന്നു, തിരിച്ചത് മാർക്കറ്റിൽ വരുന്നു, ആ പണം വീണ്ടും തിരിച്ച് ബാങ്കിൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ഈ സാധനങ്ങൾ ഇല്ലാതായി. ഇതാണ് ഈ ബേസിക് ഇഷ്യൂ ഉണ്ടായത്. അതായത് കോമ്പറ്റീറ്റീവ് വേൾഡിൽ, അതായത് എക്കോണമി എന്ന് പറയുന്ന സാധനം, ഇന്ത്യയുടെ എക്കോണമി മാറിയത് സംഭവിച്ചില്ല. കാരണം ഇത്ര GDPയുടെ ഗ്രോത്ത് ഉണ്ടായി. ആ ഗ്രോത്ത് ഉണ്ടായി കഴിയുമ്പോൾ വോളിയം ഓഫ് എക്കോണമി എന്ന് പറയുന്നത് ഗ്രാമത്തിൽ നിന്നും അത് പട്ടണത്തിലോട്ട് പോയി. അതാണ് സിറ്റി എക്കോണമി സ്ട്രെങ്തൻ ചെയ്ത് ഗ്രാമത്തിൻ്റെ എക്കോണമി തകർന്നു പോയത്. ആ തകർച്ചയാണ് സഹകരണ ബാങ്കിനെ ബാധിച്ചത്. ഇതായത് ക്രമമായിട്ട് ഞാൻ ഈ പറയുന്ന അവസാനം കൺക്ലൂഡ് ചെയ്തൊരു പാർട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവമാണ്. സഹകരണ ബാങ്കിൽ പണം ഇട്ടിട്ടുള്ളവർ, ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താൻ പറയുകയല്ല, ഈ ബാങ്കുകൾ ഓരോന്നായിട്ട് കൂട്ടിപ്പോകും. കാരണം ബേസിക്കലി ഇതതിൻ്റെ റീസൺ. ഈ സാധനം ഈ ബാങ്കുകാർ അതിൻ്റെ അകത്ത് ലാഭം കിട്ടിയ സമയത്ത്, വലിയ ലാഭം ഉണ്ടാക്കിയ സമയത്ത് പലയിടത്തും അസറ്റ് മേടിച്ചിട്ടു. ബാങ്കിന് പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി, മറ്റ് ബിൽഡിംഗ് ഉണ്ടാക്കി അവർ വാടകയ്ക്ക് കൊടുത്തു. ഈ വാടകയ്ക്ക് കൊടുത്ത് ബിൽഡിങ് കൊടുത്ത് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ റവന്യൂ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നത്? ഇത് ലീസിന് കൊടുക്കണം, അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കണം. പക്ഷേ ഇതിനകത്തുനിന്ന് കിട്ടുന്ന വാടക എന്ന് പറയുന്നത് ഈ ഗ്രാമപ്രദേശത്തിൻ്റെ കാര്യം, തിരിച്ചുള്ള വാടക എന്ന് പറയുന്നത് ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കുറവാണ്. പിന്നെ അതെങ്ങനെ ഈ അസറ്റ് അവർക്ക് ഒരു ഈ പറയുന്ന പോലെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഈ സഹകരണ ബാങ്കിൽ പലയിടത്തും എല്ലാവരുടെ സ്ഥലം മേടിച്ചിട്ടുണ്ട്, ഗ്രാമത്തിൽ അവിടെ ഇവിടെയൊക്കെ. പക്ഷേ ഇതൊന്നും എൻകാഷ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം വസ്തുവിൻ്റെ വില കുറഞ്ഞു. ഇത് മാറ്റർ ചെയ്യും. അതുകൊണ്ടാണ് പല ബാങ്കുകൾ പറഞ്ഞത് അവർക്ക് അസറ്റുണ്ട്, പക്ഷെ അവർക്ക് എൻകാഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനം കൺക്ലൂഡിംഗ് പാർട്ടി പറയുന്നത്, ഈ സഹകരണ ബാങ്കുമായിട്ടുള്ള നിങ്ങളുടെ ഈ പരിപാടി അത് നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതൊരു കാരണവശാലും സ്ട്രെങ്തൻ ചെയ്തിട്ട് പോകത്തില്ല. കാരണം ഇന്ത്യയുടെ എക്കോണമി മാറി, ഗ്ലോബൽ എക്കോണമി മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതായത് മൈക്രോ ഫിനാൻസ് നമ്മൾ മാക്രോയിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ ലെവലിലുള്ള ചേഞ്ചസ് വരുമ്പോൾ ഈ മൈക്രോ മാനേജ്മെൻറ്റ്, ഈ പറയുന്ന ചെറിയ ചെറിയ ചിട്ടി കമ്പനി, ഫിനാൻസ് കമ്പനിയൊക്കെ പൊളിഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ? അതിൻ്റെ കാരണം ഇതാണ് ബേസിക്കലി. പല കാരണങ്ങളും, ഒരു കാരണം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഈ ഡിപ്പോസിറ്റ് ചെയ്ത പണം വളരെ കൂളായിട്ട് പ്രശ്നമൊന്നുമില്ലാതെ വാങ്ങിച്ച് ഈ പറയുന്ന ഈ സഹകരണ ബാങ്ക് എന്ന് പറയുന്നത് ഫർദറായിട്ട് മുന്നോട്ട് പോകത്തില്ല. എത്ര സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന സഹകരണ ബാങ്കുകളും ഈ പറയുന്ന കേരള ബാങ്കുകളൊക്കെ പൊട്ടാൻ പോവുക. ഇതിൻ്റെ കാരണം ഇത്. കാരണം ഒരു ഭാഗത്തു നിന്ന് വന്ന ലിബറലൈസേഷനും ഗ്ലോബലൈസേഷൻ്റെ പാർട്ടായിട്ട് ഇന്ത്യ സ്ട്രെങ്തൻ ചെയ്ത് ഇന്ത്യ എക്കോണമി മാറി. അതായത് ബാങ്കിങ് എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പെറൻ്റായി. പണ്ട് ബാങ്കിൽ പോയി അക്കൗണ്ട് എടുക്കും, വലിയ പാടായിരുന്നു. ഇത് ഇങ്ങോട്ട് വന്നാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതിൽ ഡിജിറ്റലിലോട്ട് സംഭവം. ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി സഹകരണ മേഖല ബാങ്കുകൾക്ക് പറ്റില്ല. അതിൻ്റെ പേരിലാണ്, കാരണം ബോർഡും പ്രസിഡൻറ്റും കമ്മിറ്റി മെമ്പറും, കാരണം അൺപ്രൊഫഷണലായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോമ്പറ്റ് ചെയ്യാം. ഇതെല്ലാം ഓരോന്നായിട്ട് മറ്റേ തീപ്പെട്ടി സംഭവം പൊട്ടത്തില്ലേ, മറ്റേ ചില്ലുകൊട്ടാരം, അതേപോലെ പൊട്ടി അങ്ങ് പോകും. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഊരുകയാണ് ഏറ്റവും എനിക്ക് തരാനുള്ള ഏറ്റവും നല്ലൊരു അഡ്വൈസ്.